എന്ത് പരക്ക് ചക്കയുടെ മുളഞ്ഞതുമ്മയായിരുന്നു. അല്ല മുത്തശ്ശി കഴിച്ചിട്ടില്ല പെരക്ക്? മാങ്ങാപ്പെരക്കല്ല, അതെന്താ അങ്ങനെ നിങ്ങൾ രണ്ടാളും? അതാണ് വെറുതെ ഞങ്ങൾ അങ്ങനെ ശോഷിച്ചു പോണത്. ഞാൻ ശോഷം കൂടി വീഡിയോ ഓണാക്കിണ്ടേ. പക്ഷേ ആദ്യം പക്ഷെ മനസ്സിലായില്ല. എല്ലാരും പറയാമോ ഞാൻ പണിയൊന്നും എടുക്കണ്ടേ, അത്ര വെറുതെ നോക്കി. ആ ഓരോ ഒറ്റ അടിയിട്ട് അടിക്കാം മണ്ടയ്ക്ക് തന്നെ നോക്കിട്ട് പറയണവരെ. അപ്പൊ എന്നാ ഗ്യാസ് വെക്കാം. ഇന്ന് നമ്മള് കുറച്ച് അല്ലേ ഇപ്പൊ ഈ കുറച്ചു നേരത്തെ വീഡിയോ അല്ലേ കാണുള്ളൂ. പണ്ട് ഉണ്ടായിരുന്നില്ലേ നമ്മള് കാറ്ററിംഗ് തുടങ്ങിയ സമയത്ത് നമ്മള് അപ്പൊ ആദ്യം 5-6 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ ആരും ഇല്ല. അല്ല ഞാനത് പറയട്ടെ, എന്നാലൊക്കെ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ ഞാനും അമ്മയും മാത്രമായ ഒരു കാലുണ്ട്. പാർവതി പിന്നെ കഷ്ണം നോക്കും, പിന്നെ പാത്രം കഴുകി തരുമൊക്കെ ചെയ്യട്ടോ. ഇല്ല നല്ല ടൈം പറയണം. ബാക്കി രാവിലെ നേരത്തെ നീറ്റിട്ട് കുറ്റി നീക്കിക്കോളമ്മ. നേരത്തെ നീറ്റിട്ട് നാളികേരം അച്ഛൻ ചരുകി തരും. എന്നാലും ഒരു സദ്യ ഒരു 100 ആള് 150 ആളതൊക്കെ ഞാനും അമ്മ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ ചോറ്, പായസം, സാമ്പാറ്, അല്ല ചോറും പായസം, പിന്നെ കാളല്ലേ കാളൻ കുറുക്കല്, പുളിയഞ്ചി, വറുത്തപ്പേരി, അതൊക്കെ അമ്മ ഉണ്ടാക്കും. ബാക്കി എന്തൊക്കെ വേണം ഒരു സദ്യക്ക്. ഇത് കഷ്ടം കിട്ടോ നിങ്ങളെല്ലാരും ഇങ്ങനെ പറയുമ്പോ. 2-3 കമന്റ് ഞാൻ കണ്ടു ഇത്രയും ചെയ്തിട്ടേ. അവർക്ക് എന്താ അറിയാ അങ്ങനെ ഇരുന്നിങ്ങനെ നെഗറ്റീവ് ഇട്ടാ പോരാണ്. വേറെ പറയുമ്പോ ഒരു സുഖം. എന്താന്ന് വെച്ചാല് അമ്മ തടിയില്ല, മകൾ തടിയുണ്ട്, മകളുടെ മകൾ തടിയുണ്ട്. അല്ല ഞാൻ തടിയുണ്ട്. പിന്നെ നമുക്ക് മകളുടെ മകളും തടി. അപ്പൊ എന്താന്ന് വെച്ചാ നമ്മൾക്ക് ആരോഗ്യപരമായി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ എല്ലാവരോടും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയാൻ പറ്റില്ല. അല്ല നമ്മൾ അത്രയും അറിയണ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കണ ആൾക്കാർ, ദിവസേന അയക്കണ ഓരോ അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ഈ പൊതുവായിട്ടുള്ള അടുത്ത് ഇപ്പൊ നമ്മളിതിങ്ങനെ അവരിങ്ങനെ എന്താ വെറുതെ നോക്കി നിൽക്കുകയാണല്ലോ, ഒന്നും ചെയ്യണില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും ഇപ്പൊ അത് പറയാൻ പറ്റുമോ? അപ്പൊ ഒരു കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ആ സമയത്ത് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങണായിരുന്നു. അതെ, അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക എത്രത്തോളം ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും. അമ്മ മഴ കൊണ്ട് ചക്ക, അല്ല മഴയല്ല കോടാലോട് ചക്ക കെട്ടിയില്ലേ? ഞാനതിന് മഴ എന്ന് പറയാം. എന്നിട്ട് അന്ന് ഞാൻ എന്തോന്ന് പറഞ്ഞപ്പോ അപ്പൊ സുമേഷ് ഏട്ടൻ പറയണേ മഴു ഇതെന്താ പരശുരാമനോന്ന്. കോടായി പറയും. കോടായി ചെറുതാവും, അതിന്റെ തായ പിന്നെ മഴുവിന്റെ നല്ല നീളമുള്ളതാണ്. അങ്ങനെ 2 തരണ്ട്. അപ്പൊ അതുകൊണ്ട് വെട്ടണ പണ്ടെങ്ങനെ വെച്ചാൽ കോടാലിക്ക് അതിന്റെ മരത്തിന്റെ കുടിയായിരുന്നു ചെറുത്. അന്ന് അച്ഛനുള്ളപ്പോ തന്നെ ഉണ്ട് കോടാലി. അങ്ങനെയാണ് ഞങ്ങൾ ചക്ക വെട്ടാൻ പഠിച്ചത്. അപ്പൊ അതുകൊണ്ടാവുമ്പോ നല്ല മൂത്ത ചക്കയാകുമ്പോ ഒരൊറ്റ വെട്ടി നടുകൊണ്ട് പൊഴിയും. അതെ, എന്നിട്ട് ചക്ക വെട്ടണേന് ഞാൻ വെറുതെ നോക്കി നിക്കുകയാണ്. പിന്നെ ഒരു ചക്ക വെട്ടാൻ 10 ആളെ വിളിക്കാൻ പറ്റുമോ? അത് മാത്രല്ല ചെയ്ത് ശീലം ഒരു പ്രശ്നം തോന്നാറില്ല. അതും അറിയാം ആദ്യം. അമ്മയ്ക്ക് പ്രശ്നമില്ല എന്നുള്ളത് പ്രശ്നമില്ല. അപ്പൊ വേറെ ചെയ്യുമ്പോ അയ്യോ അത് എത്ര വേഗം കഴിയും വെട്ടി കഴിഞ്ഞാല് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതിനെ ഞാനത് ചെയ്യുന്നത് അതാണ്. അവർക്കാണ് ഇത് ചെയ്ത് ശീലമില്ല. ബാക്കിയൊക്കെ ഞങ്ങള് ചെയ്യലുണ്ട്. ഞാനായാലും കഷ്ണം നുറുക്കുക, പിന്നെ അതുപോലെ നാളികേരം ചിരക്കുക. അപ്പൊ അന്ന് ചുളപ്പറച്ചതാക്കിയിട്ട് ഒക്കെ ആയിട്ട് വരട്ടാനും കൂട്ടാൻ വെക്കാനും പപ്പടത്തിനും ഇതിനൊക്കെ കൂടാറുണ്ട്. പിന്നെ രാവിലെ നേരത്തെ നീട്ടിക്ക് ചെയ്യുന്ന ശീലമാണ്. അത് തുറന്നു പോയി കൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരും. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ എടുത്ത് വലിയ ആളെ പോലെ നിക്കുക. അങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര നമുക്കൊരു ഇത്. പിന്നെ എന്താ പറയാ, നമുക്കറിയാലോ നമ്മളെങ്ങനെ എന്താ. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം ഞങ്ങൾ നിങ്ങളെ നെഗറ്റീവ് കമന്റ് പറഞ്ഞ് ചിരിക്കുക ചെയ്യാറുള്ളത്. കാരണം നിങ്ങൾ പറയണതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അറിയണ ആൾക്കാർക്ക് നമ്മൾ അത്രയും അറിയണവർക്ക് നമ്മൾ എങ്ങനെയാന്നുള്ളത് പറയാം. മറ്റുള്ളവർക്കൊക്കെ വെറുതെ കമന്റ് ഇടാനുള്ള ഒരു കൊണ്ടുവച്ചിട്ടുണ്ട്. നടണം, പിന്നെ വൃത്തിയാക്കി സ്ഥലമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പച്ചക്കറി ഓണൊക്കെ ആകുമ്പോഴൊക്കെ എന്തെങ്കിലും വല്ല പയറോ വെണ്ടയോ എന്തെങ്കിലും ആവണ്ടേ. അപ്പൊ വെറുതെ ഇങ്ങനെ നമുക്ക് സ്ഥലം കിടക്കുന്നത് കാണുമ്പോ അത് എന്തെങ്കിലും ആക്കി നമ്മളെ ആവശ്യത്തിന് പച്ചക്കറി കിട്ടുകയും ചെയ്യും. നല്ലതായി നല്ല ആരോഗ്യം. പിന്നെ ഞാൻ ഗ്രൂപ്പില് മെസ്സേജ് കണ്ടു കേട്ടോ, അങ്ങാടിപ്പുറം കൃഷിഭവനില് മുത്തശ്ശി കണ്ടു. അമ്മ കണ്ടു. ഇന്നാണോ നാളെയാണോ? ഇന്നലെ മെസ്സേജ് ഇട്ടത് രാത്രി. 300 റുപ്യ കൊടുത്തു കഴിഞ്ഞാല് എല്ലാ പച്ചക്കറികളുടെ വിത്തും, പിന്നെ ജൈവവള കമ്പോസ്റ്റ്, പിന്നെ ആസിഡ് പോയി വാങ്ങാം. 800 റുപ്യയുടെ കിറ്റ് അത്ര, 500 റുപ്യ സബ്സിഡി.
അതെന്താ നോക്കട്ടെ. അറിയില്ല. ആ ഇന്നലെ മെസ്സേജ് കണ്ടതാണ്. ഇന്നലെ നമ്മള് ശാന്തേശ്വരോട് ചെന്നപ്പോ കണ്ടില്ലേ അത് ചക്ക. അപ്പൊ ഇത് വേറെയാണ്. അത് പിന്നെ പറഞ്ഞു തരട്ടെ എന്തൊക്കെയാണെന്ന്. പറയൂ. ഹൈബ്രിഡ് പച്ചക്കറി എന്നുവെച്ചാ പെട്ടെന്ന് കഴിക്കണതല്ലേ ഉദ്ദേശിച്ചേ. പിന്നെ ഇതിലൊക്കെ നട്ടിട്ടുള്ള ആ അതന്നെ കുഞ്ഞീത്. തക്കാളി, വഴുതനങ്ങ, മുളക്. പിന്നെ ദീർഘകാല പച്ചക്കറിയുടെ തൈ, പപ്പായ, റെഡ് ലേഡി, പിന്നെ അമരക്ക ഉണ്ടോ? ഇല്ല. പക്ഷെ അവിടെ ഞാൻ ഇന്നലെ ഞങ്ങള് ശാന്തേശ്വരോട് പോയപ്പോ റെഡ് ജാക്ക് ഫ്രൂട്ട് പറഞ്ഞത്. ആണോ? അമര, മുരിങ്ങ എന്താ അവിടെ എല്ലായിടത്തും ഇല്ലേ? ആ മുരിങ്ങ ചിലപ്പോ വേറെ വിധാവും കായ്ക്കുന്നതാവും. എന്നാ മുരിങ്ങ. പോയി നോക്കാം. ഡോളമേറ്റ്, ആ സാധനം എനിക്കറിയില്ല. ഡോളമേറ്റിക്കോ എന്തോ ഒരു ഇതായിരിക്കും. പഴവർഗോ അല്ലല്ല, നമുക്കിത് ഉണ്ടാക്കാനുള്ള കീടനാശിനി പോലെ എന്തേലും വളം എന്തേലും ആയിരിക്കും. 5 കിലോ ഡോളമേറ്റ് വളം. സമ്പൂർണ്ണ സൂക്ഷ്മ മൂലക മിശ്രിതം. അതൊക്കെ അതിനുള്ള വളങ്ങൾ. പിന്നെ എന്തോ ഒരു ലായനി ഉണ്ട് 2-3 എണ്ണം. പിന്നെ 2 ആസിഡ്. ആ പിന്നെ അടുത്തത് എന്താ അറിയോ? സമ്പുഷ്ടീകരിച്ച മണ്ണിര കമ്പോസ്റ്റ് 6 കിലോ. വേപ്പധിഷ്ഠിത കീടനാശിനി 100 ഗ്രാം. അത് വേപ്പും പിണ്ണാക്ക് പോലെ. ഇങ്ങനെ 800 രൂപ വില ഉള്ളത് 500 രൂപ സബ്സിഡിയില് 300 രൂപ നമ്മള് കൊടുത്തിട്ട് ചെയ്യാം. അപേക്ഷാ ഫോം ഉണ്ടാവും അവിടെ. നികുതി അടച്ച റെസീറ്റും വേണം. ആധാർ കാർഡിന്റെ കോപ്പിയും വേണം. അപ്പോൾ എന്നാ ഡേറ്റ് എന്ന് കാണാനില്ല. ചിലപ്പോ എന്നാവും. ചിലപ്പോ ആൾക്കാരൊക്കെ വാങ്ങി കഴിയും. നിങ്ങളും ഉണ്ടാവും വേണമെങ്കിൽ. ഇത് പെട്ടെന്ന് അവസാന തീയതി 9-ാം തീയതി. ഒരു ദിവസമുണ്ട്. മറ്റന്നാ പോയാൽ മതി. നാളെ ഞായറാഴ്ചയാണല്ലോ. അതെ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങക്ക് പറയാനുള്ളത്. ആരെയും തടീനെയും നിറത്തിനെയും പറ്റി നിങ്ങൾ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? ആരും കളിയാക്കാതെ ഇരിക്കുക. പിന്നെ അങ്ങനത്തെ കമന്റ് ഇട്ടാ നമ്മള് തളർക്കണ രീതിയിൽ തളരുന്ന കൂട്ടത്തിലൊന്നല്ല. അത് ഇത് കേൾക്കുമ്പോ ചിരിയെ വരണേ. കാരണം നിങ്ങള് പറയണതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ. കാരണം ഞങ്ങള് ഒരുവിധം വൈക്കണ പണിയൊക്കെ എടുക്കാറുണ്ട്. നമ്മള് ഈ കുറച്ച് സമയം കാണുന്ന വീഡിയോ അല്ലല്ലോ ഒരു ദിവസം. അല്ലാതെ എല്ലാവരുടെ കാര്യത്തിലും അല്ലേ? അതെ അതെ പല ആൾക്കാരുടെ ചാനലിലും ഇതേപോലെ നെഗറ്റീവ് കമന്റ് കാണുമ്പോ വിചാരിക്കലുണ്ട്. അതെ. പക്ഷെ രസമാണ് നെഗറ്റീവ് കമന്റ് വായിക്കാൻ. കാരണം അപ്പൊ ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കാം. നിങ്ങളെ വീട്ടില് സ്വഭാവം അതുകൊണ്ടാണ്. നിങ്ങളെ വീട്ടിലും ഞാൻ ആലോചിക്കണം എന്താ വെച്ചാ ഇവരൊക്കെ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ ഒരു യോഗേ അല്ലെങ്കിൽ കുട്ടികളുടെ ഒക്കെ ഒരു യോഗേ. ഇവരിങ്ങനെ നെഗറ്റീവ് കേക്കണ്ടേ? അതെ. അപ്പൊ നമുക്ക് അടുത്തേക്ക് കിടക്കാം. അതെ. അപ്പൊ ബൈ പറഞ്ഞോളൂ. ബൈ ബൈ.